പരിശുദ്ധമായ റബീഉൽ അവ്വൽ സമാഗതമാകുന്നതിനോടനുബന്ധിച്ച് നമ്മൾ സംഘടിപ്പിച്ച മഹത്തായ പരിപാടി വളരെ തൃപ്തിയിലായി കബൂൽ ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ആലമീൻ ഒരുമിച്ച് കൂടാനുള്ളൊരു സബബായി അല്ലാഹു തആല ഇതൊക്കെ സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ആയുഷ്കാലത്തിൽ അനവധി റബീഉൽ അവ്വലുകളെ സ്വീകരിക്കാനും അനുഭവിക്കാനും ഒക്കെ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. റബീഉൽ അവ്വലുകൾ നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പരിശുദ്ധ ദീൻ പകർന്ന് പരിശുദ്ധ സ്വഹാബത്തിനെ അംഗീകരിക്കുകയും ചെയ്യും ഏതൊരു മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുകയും സ്വഹാബത്തിനെ അംഗീകരിക്കുകയും ചെയ്യുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പേര് പറയുന്നത്. നമ്മളൊക്കെ ആ അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം ലഭിച്ചവരാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുക, സ്വഹാബത്തിനെ അംഗീകരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച സംഗതിയാണ്. ആമിനൂ കമാ ആമനൻ നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് നമ്മളോട് കൽപ്പന. നമ്മൾ പരിശുദ്ധരായ സ്വഹാബത്തിനെ പഠിക്കാൻ തയ്യാറാവും. അവർ ഏത് വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയെന്ന് നമ്മൾ പഠിക്കാൻ നമ്മിലേക്ക് കടന്നു വരുന്ന റബീഉൽ അവ്വലുകളെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാതയിൽ നിന്ന്, സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിന്ന്, പരിശുദ്ധ സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാൻ പലരും സജീവമായി കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ മുൻഗാമികൾ, കേരളത്തിലെ നമ്മുടെ മുൻഗാമികൾ പരിശുദ്ധ സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് ദീൻ പകരാൻ അവസരം ലഭിച്ചവരാണ്. നമുക്കറിയാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പ്രസംഗം നടത്തി അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പ്രഖ്യാപിച്ചു, ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇവിടെ സന്നിധരായ ആളുകൾ, എന്നിൽ നിന്ന് പരിശുദ്ധ ദീനിനെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ, ഇത് അവസരം കിട്ടാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചപ്പോൾ സ്വഹാബത്ത് അത് ഏറ്റെടുക്കുകയായിരുന്നു. സ്വഹാബത്ത് അത് ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദീനീ പ്രബോധനവുമായി സ്വഹാബത്ത് കടന്നു ചെന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട ഒരു സ്വഹാബിയായിരുന്നു. കേരളീയനായി ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട ഒരു സ്വഹാബിയായിരുന്നു എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്വഹാബാക്കൾ നേരിട്ട് കടന്നു വന്ന് ദീൻ പ്രചരിപ്പിച്ച സ്ഥലമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പകർന്നു കിട്ടിയ സ്വഹാബാക്കളിൽ നിന്ന് നേരിട്ട് ദീൻ കിട്ടിയവരാണ്. ആ വിശ്വാസങ്ങളും ആ ആചാരങ്ങളുമാണ് നമ്മുടെ കേരളത്തിൽ മണ്ണിലും കാലങ്ങളായി നിലനിൽക്കുന്നത്. നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ സ്വീകരിച്ചു പോന്ന വിശ്വാസം, അവർ ആചരിച്ചു പോന്ന ആചാരങ്ങളൊക്കെ സ്വഹാബാക്കളിൽ നിന്ന് കിട്ടിയതാണ്. എന്നാൽ 1920-കളിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ അതുവരെ നമ്മൾ ആചരിച്ചു പോന്നിരുന്ന, അതുവരെ നമ്മൾ ഉൾക്കൊണ്ടു പോന്നിരുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ പലതിനെയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി ചിത്രീകരിച്ചുകൊണ്ട് പുതിയ ചിന്താഗതിക്കാർ കടന്നു വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ആ വിശ്വാസാചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാവുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷക്കാലം നമ്മുടെ കേരളീയ മണ്ണിൽ ആ ഇസ്ലാമിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതിനെതിരെ വരുന്നവരെ മുഴുവൻ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസത്തിന്റെ മാർഗത്തിൽ തന്നെ, ആ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടി തന്നെ എക്കാലത്തും ജീവിക്കാനും ആചരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ വൈകിയ വേളയിൽ സംസാരം കൂടെ നീട്ടിക്കൊണ്ടുപോകാതെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.